അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കാച്ചിൽ നടാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വട്ടം നട്ടത് ഇവിടെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേമ്പ് നടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം പറിച്ചതാണ് ഈ ചേമ്പ്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് നടുന്നത്. നമ്മളിന്ന് ചേമ്പ് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നട്ട കൊടിത്തല നമ്മളിപ്പോൾ കെട്ടിക്കൊടുക്കുവാണ്. അധികം ഇറുക്കിയത് ചതഞ്ഞു പോവും, പൊട്ടിപ്പോവും. ഇപ്പോൾ നമ്മൾ പതുക്കെ കെട്ടിക്കൊടുത്ത് വെച്ചേക്കുവാണ്. ഇങ്ങനെ ചെയ്താലേ അത് മേളിലോട്ട് കയറി പോവുള്ളൂ. നമ്മൾ അധികം മുറുക്കാൻ പാടില്ല, പതുക്കെ കെട്ടിക്കൊടുത്താൽ മതി. ഇതേപോലെ ഒരേ ഒരു കെട്ട് മതി. വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കെട്ടും കൂടി കെട്ടി കൊടുക്കാം, പക്ഷെ മുറുക്കാൻ പാടില്ല. അധികം മുറുക്കിയിട്ടില്ല ഞാനിപ്പം. ഒരു കെട്ടിൽ എങ്ങാനും ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഗൈസ് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് പറിക്കുകയാണ്. അനാറൊക്കെ പൂത്തിട്ടുണ്ട്. ഇപ്രാവശ്യം കുറേ പൂത്തിട്ടുണ്ട്. താഴെയൊക്കെ കുറേ വീണുപോയി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 അനാറാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ബാക്കിയെല്ലാം പൊഴിഞ്ഞുപോയി. ഈ അനാറ് പൊഴിഞ്ഞു വേണ്ടി കുറച്ച് കിട്ടിയാലാണ് നമുക്കൊരു സന്തോഷമാവുള്ളൂ. കാരണം നമുക്ക് ഗൈസ് കുറേ ഉണ്ട്. ഇടുമ്പോൾ മൊത്തം ഇത് ആയിട്ടുണ്ട്. താഴെ കുറച്ചെണ്ണം വീണിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് കേട്ട ചട്ടി തന്നെയാണ് ഇപ്പോഴും. ഇത് നമ്മൾ തേങ്ങ നമ്മൾ മുളച്ചപ്പോൾ പൊതിച്ചിട്ട് നമ്മളൊരു ചട്ടിയിൽ നട്ട് വെച്ചതാണ്. അതിപ്പോൾ വലിയതായി തെങ്ങ് പോലെ ആവാനായി. എന്നെക്കാട്ടും വലിയതായിട്ടുണ്ട്. നോക്ക് ഗൈസ്, ഞാൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇത് വലിയതായി. ഇതും എന്നെക്കാട്ടും ആയി. ഇത് നമ്മുടെ താമരയാണ്. ഇതിൻ്റെ അകത്ത് കുറേ മീനുണ്ട്. ഇപ്പം തന്നെ ഒരു മൊട്ട് വിരിയാനായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ മീനും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3-4 എണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 4 എണ്ണം പൂത്തു. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കുറേ മീനെ ഇട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ കുറേയൊക്കെ ഉണ്ട്. ഇത് ആമ്പലാണ്, സോറി താമരയാണ് ഗൈസ്. ഇത് നമ്മൾ കുറേ ചെടികളാണ്. ഇത് സൺഡേ മൺഡേ എന്ന് പറയുന്നൊരു പൂവാണിത്. ഇത് സൺഡേ മൺഡേ. പിന്നെ റോസാപ്പൂക്കളുണ്ട്, പിന്നെ 10 മണിപ്പൂവ്. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ കാണിച്ചു തരാം. ഇത് വൈറ്റ് ഓർക്കിഡാണ്. ഇത് വൈറ്റ് കളർ റോസ. സൺഡേ മൺഡേ. ഈ സൺഡേ മൺഡേയിൽ വെള്ളയും പർപ്പിളും
കളർ പൂവുണ്ടാവും. ഇത് പിങ്ക് റോസയാണ്. ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് നല്ലോണം വലുതായി പോയിട്ടുണ്ട്. ഇത് കുറേ വലുതായതാണ്, ഞങ്ങൾ വെട്ടി. അപ്പോൾ ഇതുണ്ട് ഗൈസ്, ഇത് നമുക്ക് സുനീഷ് സാറ് ആദുർബാനിക്ക് ഗിഫ്റ്റ് തന്ന അവക്കാഡോ തൈയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് നടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്ത് ഇത് നനഞ്ഞ്, ഇപ്പോൾ ഭൂമിയൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ പോയി നടാം. നമ്മുടെ അവക്കാഡോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു അവക്കാഡോയും കൂടെ ഉണ്ട്. അതിപ്പോൾ കായ്ച്ചിട്ടുണ്ട്. അത് വലിയൊരു മരമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അവക്കാഡോ പെട്ടെന്ന് കായ്ക്കുന്നതാണ്.